അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. ആക്ച്വലി ബൈപോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോളഞ്ചേരി ഹോസ്പിറ്റലിലോട്ടാണ്. ഇതാണ് കോളഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. എന്തെങ്കിലും വന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന് പൂർണ്ണ ഉത്തരവാദി സഫയും ലല്ലുവും നാജിയായിരിക്കും. ഇത് ഞാൻ ഈ റമദാൻ മാസമാണ് സത്യം. ഇന്നർ വെയർ മാത്രം അയച്ചിട്ടുള്ള സ്നാപ്പ് ഇവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. തിരൂർ പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് നിന്ന് 2 ദിവസം റൂം എടുത്ത് 2 റൂം എടുത്ത് ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ അവർ രണ്ടുപേരും പറഞ്ഞാൽ ആർക്ക്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സഫ മെഹനാസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്മിനയ്ക്കും മെഹനാസിനുമെതിരെ ലല്ലൂംബിയുടെ സുഹൃത്തായിട്ടുള്ള നാജി, അതായത് സഫയുടെ ഊബർ ഡ്രൈവർ ആയിട്ടുള്ള നാജിയും കൂടെ ചേർന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നാജിനെ വിവസ്ത്രനാക്കിക്കൊണ്ട് ഫസ്മിനെയും മെഹനാസും കുറച്ച് ആൾക്കാരോടെ ചേർന്നിട്ട് കമ്പി വടി കൊണ്ട് ക്രൂരമായിട്ട് അവൻ്റെ തലക്കടിച്ചു, അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ഒരു കള്ള വാർത്ത ബിഗ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫസ്മിനയുടെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്മിന കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കുറച്ച് ഭീകരമാണ്. ഭയങ്കര മോശം അവസ്ഥയിലൂടെയാണ് ഫസ്മിന കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്മിന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് TV ഇങ്ങനെ ഒരു കള്ള വാർത്തയാണ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് അന്നേ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ക്ലാരിറ്റിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഫസ്മിന ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇത്രയും ദിവസങ്ങളും മീഡിയയുടെ മുന്നിലൊന്നും വന്നിട്ടുണ്ടാവാതിരുന്ന നമ്മുടെ ലല്ലൂംബി റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ആദ്യമേ പറയാനുള്ള, ലല്ലൂംബി നീ അപരാധമായിക്കോ, അപരാധിയാവല്ലേ. അതിനുശേഷം ഇവൻ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമുള്ള ആളുകൾ തന്നെ മാത്രം കുത്തിയിരുന്ന് ഈ ഒരു വീഡിയോ കാണുക. കാരണം ഇവൻ ഈ പഴയ പറയുന്ന കുറച്ച് സാധനങ്ങളുടെ ഒരു ക്ലാരിറ്റി ഇതിനകത്ത് വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. കാര്യം ഇവൻ ഇതിനകത്ത് ഒന്നും ചെയ്യാത്തൊരു നന്മമരമായിട്ട് ഇവൻ മാറുകയാണ്. ഇവൻ എന്തൊരു പുണ്യാത്മാവ എന്നുള്ള രീതിയിലാണ് ഇവനിവിടെ സംസാരിക്കുന്നത്. കാര്യം ഫസ്മിനയിൽ നിന്നും ഒരിക്കലും ഒത്തുപോകാൻ പറ്റും അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഫസ്മിന ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അങ്ങനെയൊക്കെ ഭീകരമായിട്ടാണ് ഇവൻ പറഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇവൻ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. ഇത് ആര് ഈ പറയണത്? ഒരാളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കുറേ ആളിൽ ഒതുങ്ങാൻ പറ്റത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇവൻ ഈ വീഡിയോക്കകത്ത് വേറെ കുറച്ച് ഭീകര കള്ളങ്ങൾ പറഞ്ഞ് കയറ്റുന്നുണ്ട്. ഇത് ഇവനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ബൈപോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോളഞ്ചേരി ഹോസ്പിറ്റലിൽ 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായി. എന്നിട്ട് ഇപ്പോൾ അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവൾ കേൾക്കത്തില്ല. കോളഞ്ചേരി ഹോസ്പിറ്റലിലോട്ടാണ്. ഇതാണ് കോളഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ വിളിക്കാൻ പോവാണ്. അവിടെ തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് പറയാം. ഫസ്മിന സാക്കി. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്യുമോ? മറ്റേ ബൈക്ക് ഏത് റേറ്റിലാണ്? ഇത് ഫസ്മിനയ്ക്ക് ബൈപ്പോളർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവനിവിടെ പറയുന്നത്. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹോസ്പിറ്റലിൽ നേരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളുടെ കാര്യം ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുമോ? ഇന്ന ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്ത കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കണ്ണിൻ്റെ അങ്ങനെ എന്തോ സീനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്മിനെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഈ ഇൻട്രോയും ഈ ഒരു ഭാഗം കൂടെ രണ്ടാമത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കാര്യം ഇതിനകത്ത് കുറച്ച് കാര്യം ഒന്ന് വിട്ടു പോയിട്ടുണ്ട്, അതൊന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, കണ്ണിൻ്റെ അങ്ങനെ എന്തോ സീന് വേണ്ടിയിട്ടാണ് പോയത്. ഇവനാണ് പിന്നീട് ഇത് ബൈപ്പോളറിൻ്റെ അങ്ങനെ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇവനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് കേൾക്കാം. ഡ്രൈവറിന് തല്ല് കിട്ടിയത് സെബില് കാരണമാണെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ? അത് സത്യമാണ്. അതായത് ഇവന്റെ കൂടെ നടക്കണ ഒരാളാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. കുറെ കാലമായിട്ട്. അപ്പോൾ ഇവരെ ലക്ഷ്യം ഇവനല്ലായിരുന്നു. ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നിലോട്ട് എത്തുക അതായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആലുവ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവരെ അടുത്തോട്ട് പോണത്. അന്ന് പോലീസിനായിട്ട് പോയ ടൈമിൽ ഇവന്റെ കാലും കൈയൊക്കെ അടിച്ചിട്ട് ആകെ പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി, ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നേരെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് FIR ചെയ്ത് ഈ വിഷയത്തിന് പുറത്ത്. ഇവന് ഇതിലൊന്നിലും ഈ ഒരു ഫ്രെയിമിലേ ഇല്ലാത്ത ഒരാളാണ് ഇവൻ ആ സഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ വണ്ടി ഓടിക്കുന്ന ആള് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവർ റെന്റിന് പെർ ഡേ 1000 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടില്ലേ കിഡ്നാപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനമില്ലേ? എൻ്റെ പൊന്നളിയ അബ്സല്യൂട്ട് സിനിമ. നിനക്ക് വലിയൊരു ഭാവി തിരക്കഥ എഴുതുന്നതിൽ ഞാൻ കാണുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ഇവന് വേണ്ടിയിട്ട് അവരെ തള്ളി അങ്ങനെ ചെയ്തു, മട്ട ചെയ്തു, മാടയാണ് കോടയാണെന്ന് പറഞ്ഞേക്കുന്ന സാധനം കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയേക്കാണ്. ഇനി ഈ പറഞ്ഞ നാജി, ഈ പറയുന്ന ഊബർ ഡ്രൈവർ
ഇവന്റെ ഒരു വീഡിയോ ഫസ്റ്റിനെ പുറത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതൊന്ന് കാണാം. യൂട്യൂബിൽ ആരോ പറഞ്ഞ് മീൻസ് 1 മണിക്കൂർ മുന്നേ നിന്നെ ആരോ തല്ലിന്ന്, അങ്ങനെ ഉണ്ടോ? എവിടുന്ന്? നിന്നെ ആലുവേന്ന് തല്ല് കിട്ടിയിരുന്നു, നിനക്ക് തല്ല് കിട്ടിയത് ഊബർ ഡ്രൈവറിന് തല്ലിന്ന് പറഞ്ഞ് സഫ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, സഫ പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. ചെറിയൊരു ഇഷ്യൂ അടിയൊന്നും ഉണ്ടായിട്ടില്ല. ചതിച്ചല്ലോടാ, ചതിച്ചല്ലോ, നാജി ചതിച്ചല്ലോ. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇവനെ ആരും തല്ലിയിട്ടില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ ഇവൻ തന്നെ പറയുന്ന വാക്കുകളാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് അന്നേ ദിവസം ഈ പ്രശ്നമൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന കമ്പിപ്പാര്യം കൊണ്ടൊക്കെ അടിച്ചു, തലയ്ക്ക് അടി കിട്ടി എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അന്നേ ദിവസം എടുത്തിരിക്കുന്ന വീഡിയോ കൂടെ നമുക്ക് കാണാം. നീ ശരിക്കും ഡ്രൈവറാണ് എപ്പം മുതൽ? അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ. നമ്മളെന്നാ കണ്ടെന്നാണ്. അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത് സഫ, എന്റെ വൈഫ് ഡ്രൈവർ എന്ന് പറയുന്ന ചെക്കൻ ഇവനാണ്. ഇവൻ ഡ്രൈവർ ആയത് എപ്പോഴാ? അന്ന് ഞാൻ ഈ പിടിക്കുന്ന അന്ന് മുതലാണ് നീ അവളെ ഡ്രൈവർ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ വണ്ടി ഓടിച്ചായിരുന്നോ, ഡ്രൈവ് ചെയ്തായിരുന്നോ, ഊബർ ഓടിച്ചായിരുന്നോ? ഊബർ ഓടിച്ചായിരുന്നോ വണ്ടിയിൽ? സത്യം പറഞ്ഞ എന്റെ തെളിവുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞ ഓടിയിട്ടില്ല. നീ ഊബർ ഓടിയിട്ടേ ഇല്ല. നീ ഊബർ ഓടാനല്ല വണ്ടി എടുത്തു. ഞാൻ ഊബർ ഓടാൻ വേണ്ടിട്ടാ വണ്ടി എടുത്തു. പക്ഷെ ഊബർ ഓടിയിട്ടില്ല. ഞാൻ അന്ന് തന്നെ ഇഷ്യൂ വന്നില്ല, വണ്ടി എടുത്ത് തല നമ്മള് അവിടുന്ന് കണ്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ നാട്ടിൽ പോയതാ. രാത്രി ഈ രാത്രി അവിടെ പോയി രാത്രി അവിടെ പോയിട്ടുണ്ടല്ലോ, ഈ സത്യം പറഞ്ഞ രാജി, രാത്രി അവിടെ പോയി കണ്ടല്ലേ? ഞാൻ ഇപ്പൊ അവനെ നീ റൂമിലാക്കി കൊടുത്തു സഫയുടെ. എന്തിനു ഡ്രോപ്പ് ചെയ്തു സഫയുടെ റൂമില്? സത്യം പറഞ്ഞാൽ മതി. നീ പുറത്തേക്കായിരുന്നു, ഇപ്പൊ രാത്രി എന്തിനും പുറത്താക്കി? അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ അവിടെ ഡ്രോപ്പ്. ഈ വിഷയം തുടങ്ങി അന്ന് മുതൽ ഫസ്റ്റ് വീഡിയോ ചെയ്ത് അന്ന് തൊട്ടിയാൽ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒളിച്ച് ഓട്ടത്തിന്റെ കഥയല്ല, ഒളിച്ച് എത്തിയതിന്റെ കഥയാണെന്നുള്ളത്. ഇപ്പോഴും നാജി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, അവനവിടെ എത്തിയിട്ട് ഒളിച്ച് കയറിയിട്ട് സംഭവമാണ് ഇവിടെ. പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടല്ലോ, മെഹനാസ് ഈ വീഡിയോ ഇടുന്നത് എന്നാണ് തന്റെ ഭാര്യ അയ്യോ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിരുന്നത് ഫെബ്രുവരി 14-ാം തീയതി. ആ ഫെബ്രുവരി 14-ാം തീയതിക്കാണ്, അല്ലെങ്കിൽ അതിനുശേഷമോ അല്ലെങ്കിൽ അന്നോ ആണ് ഇത്തരത്തിൽ നാജി വന്നിട്ട് ഇവിടെ ഊബർ ഓടിക്കാനുള്ള ഡ്രൈവർ എന്നുള്ള രീതിയിൽ സഫയായിട്ട് ഇങ്ങനൊരു കോണ്ടാക്റ്റിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഇതേ സഫ എന്താണ് പറഞ്ഞത്, ഇതിന് മുന്നേ ഇങ്ങനൊരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ നടന്നപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ സഫ പറഞ്ഞത് എന്താണ്, എൻ്റെ ഊബർ ഡ്രൈവറിൻ്റെ ഫ്രണ്ടാണ് ലല്ലൂമ്പി, അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, ഞങ്ങൾക്ക് വേറെ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ലല്ലൂമ്പിയുടെ ഡ്രസ്സ് ഇവിടെ കിടക്കും, തുണി വിരിച്ച് അയലിടും, പിന്നെ മറ്റു പല സംഭവങ്ങൾ അവിടെ കണ്ടു, അവിടുന്ന് ലൈവ് ഇടാൻ വരെയുള്ള ഇത് കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സഫ. അപ്പം ഇവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ലേ? എല്ലാവരും വിശ്വസിച്ചല്ലോ അല്ലേ? എൻ്റെ പൊന്നോ, അത് സഫ അതിനെക്കാട്ടി കിട്ടില്ല. ലല്ലൂമ്പിയും കൊള്ളാം, സഫയും കൊള്ളാം, സൂപ്പർ. രണ്ടുപേരും പറയുന്ന കള്ളങ്ങള് എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസോട് കൂടി തന്നെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? ആൻഡ് ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഇത്രയും കമ്പ്യൂട്ടർ കൊണ്ടൊക്കെ മർദ്ദനം കിട്ടിയേക്ക് ഒരുത്തൻ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുമോ? തലയ്ക്ക് അറ്റ്ലീസ്റ്റ് വേദനയും എടുക്കില്ല, എവിടെയെങ്കിലും ഒരു മുറിവിന്റെ പാട് കാണൂലേ? ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ലല്ലൂമ്പി പറയുന്നത് പച്ചക്കള്ളമല്ലേ ലല്ലൂമ്പി? ഇനി അടുത്ത സാധനം കേൾക്കാം, ഇപ്പം പറയുന്നത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ആലുവ സ്റ്റേഷനിൽ ഫസ്റ്റ് കേസ് കൊടുക്കുന്നത്, ഈ സൈബർ സെല്ലിൽ പോയിട്ട് കേസ് കൊടുത്തു. ഇങ്ങനെ എന്നെ പറ്റിയിട്ട് ഇല്ലാത്ത റൂമേഴ്സ് യൂട്യൂബിലും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ സാർമാർ പറഞ്ഞാൽ ലിങ്ക് എടുത്തിട്ട് വിട്ടുതരാൻ വേണ്ടി പറഞ്ഞു. സാർമാർക്ക് ലിങ്ക് വിട്ടു കൊടുത്തു. അല്ലാതെ ഞാൻ ഇവളും തമ്മിൽ മുൻപ് ഒരു പരിചയമോ ഒരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട് ഇവളെ വണ്ടി ഓടിക്കണമെന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇവളും തമ്മിൽ യാതൊരു തരത്തിൽ ബന്ധമില്ല. ഈ സംഭവം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോഴാണ് പിന്നെ അവൾ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ അവൾ കോൺടാക്ട് ചെയ്യാൻ ഒന്നും ഞാൻ പോയിട്ടില്ല. അതായത് ഫെബ്രുവരി 16th or 17th അതുകൊണ്ട് അവൾ കേസ് കൊടുക്കണം. ആ ടൈമിലാണ് ഞാൻ അവളായിട്ട് കോൺടാക്ട് ചെയ്യണം, അല്ലാതെ ഞാൻ ഒരു കോൺടാക്ട്. ഇപ്പം ഈ തിരക്കഥ സഫയും ലല്ലൂമ്പിയും കൂടെ ഒരുമിച്ച് എഴുതിയതാണ്. കാര്യം ഇവർ ഫെബ്രുവരി 14 ശേഷം ആണ് ഇവർ പരിചയപ്പെട്ടെന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇവർ പരിചയപ്പെടുന്നത് അല്ലേ? ഇനി ഫസ്റ്റിന ഡീറ്റെയിൽസ് ഇടൂ. സ്നാപ്പിലെ അപരാധം ഇതാണ്. സഫ ലല്ലുവിന് സ്നാപ്പ് അയക്കാൻ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾ കണ്ടോ? ഫെബ്രുവരി 2. ഫെബ്രുവരി 2 അതിന് മുന്നേ തുടങ്ങിയതാണ്. ഇതാ ഇബി ഷിബി എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള ഈ അക്കൗണ്ടിലോട്ടാണ് സഫ സ്നാപ്പ് അയച്ചേക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, അയ്യോ ഞങ്ങൾ ഇപ്പോൾ സ്നാപ്പ് അയച്ച് തുടങ്ങിയുള്ളൂ, ചക്കര കുട്ടൻ ഇപ്പോൾ സ്നാപ്പ് അയച്ച് തുടങ്ങിയുള്ളൂ നിങ്ങൾ തമ്മിൽ. എന്നിട്ട് ഇവിടെ അയച്ചേക്കുന്ന സ്നാപ്പ് എനിക്കിവിടെ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതെന്തായാലും കേസായ സ്ഥിതിക്ക് ഞാൻ പോലീസിന് കാണിച്ചു കൊടുക്കും. ഇവള് വെറും ഇവള് ഇന്നർ വെയർ മാത്രം ഇട്ടിട്ടുള്ളൊരു സ്നാപ്പ് ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അത് ഞാൻ ഇവിടെ വെക്കത്തില്ല, എനിക്കത് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നർ വെയർ, വല്ലായി സത്യം, ഈ റമദാൻ മാസമാണ് സത്യം, ഇന്നർ വെയർ മാത്രം അയച്ചിട്ടുള്ള സ്നാപ്പ് ഇവൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഇവൻ്റെ ഈ സ്നാപ്പ് എൻ്റെ കയ്യിലായിരുന്നു കുറച്ച് നാൾ. ഈ സ്നാപ്പ് എനിക്ക് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സ്നാപ്പ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പുറത്ത് വിടത്തില്ല, ഞാൻ എന്തായാലും പക്ഷേ പോലീസിനെ കാണിക്കും. ഓക്കെ? എന്താണ് സഫു ഈ കേൾക്കണതൊക്കെ? സഫു പാവമാണ്. പിന്നെ
ഈ ലല്ലൂമ്പി പരിചയപ്പെട്ടതും അല്ലെങ്കിൽ ഇവർ കോണ്ടാക്റ്റിലായത് സഫ പറഞ്ഞത് ലല്ലൂമ്പി പറഞ്ഞത് എന്നാണ് ഫെബ്രുവരി 14 ശേഷം. എന്നാൽ അതിനും എത്രയോ നാളുകൾക്ക് മുന്നേ ഇവർ പരിചയപ്പെട്ട് തുടങ്ങി അല്ലെങ്കിൽ പരിചയം അയക്കുന്ന ആൾക്കാരാണ്. അസ്മന മുമ്പൊരു വീഡിയോയിൽ തന്നെ ഇട്ടിരുന്നു, ഈ സഫ ഇതുപോലെ അവന് സ്റ്റാപ്പിലൊന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ, അവനെ ഒന്ന് പറ്റിക്കുക, അല്ലെങ്കിൽ അവനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയേക്കുന്നൊരു വ്യക്തിയായിരുന്നു. എന്നിട്ട് എന്താണെങ്കിലും ലല്ലൂമ്പി സൂപ്പറാണ്, ലല്ലൂമ്പി കിടില്ല എന്നും പറഞ്ഞാണ് നമ്മുടെ സഫു നിൽക്കുന്നത്. ഇനി ഇത് മാത്രം ഇവിടെ കൊണ്ട് ഇനി നാജി പറയുന്ന അടുത്ത സാധനങ്ങളുണ്ട്. തിരൂർ പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് നിന്ന് 2 ദിവസം റൂം എടുത്ത് 2 റൂം എടുത്ത് ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ അവർ രണ്ടുപേരും അവരാ റൂം എടുത്തത് വേറെ ഒന്നിനുമല്ല, തൊട്ടത്തൊടിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭജന പാടാൻ വേണ്ടിയിട്ട് അവരെടുത്തത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. ഞാൻ അവളെ ലൈഫിലോട്ട് വന്നതിന്റെ ശേഷമാണ് അവൾ നെഗറ്റീവ് ഫസ്റ്റ് പോയത്. അതിന് മുൻപ് അവൾക്ക് ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും മറ്റേ തൊപ്പിയായിട്ടുള്ള അവന്റെ പേരൊന്നും ഇതിൽ വലിച്ചിട്ടുണ്ട് കാര്യമില്ല. പിന്നെ പക്ഷെ ഞാൻ പറയാം, അവനായിട്ട് റിലേഷൻ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഒരുപാട് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവളെ തലയിൽ തട്ടടലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നെഗറ്റീവ് എന്നൊരു പോസിറ്റീവിലോട്ട് ഞാനെ കൊണ്ടുവന്നിരിക്കണേ. അവള് വീഡിയോ എടുക്കുക, അവളെ ചാനലും കാര്യങ്ങളൊക്കെ ഇക്കാരം. പക്ഷെ എൻ്റെ ഒരാൾ കൂടെ ഒരു പാർട്ണർ ഉണ്ടാകുമ്പോൾ ആ പാർട്ണർ പറഞ്ഞനുസരിച്ച് കുറച്ചെങ്കിലും കേൾക്കുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അവള് എൻ്റെ ഒരു ഇതിന്റെ പുറത്താണ് അവളിങ്ങനെ ഇതാക്കിയിരുന്നത്, പോസിറ്റീവിലോട്ട് കൺവേർട്ട് ആയത്. പിന്നെ അതിന്റെ ശേഷം പിന്നെ എൻ്റെ കുറ്റങ്ങളായി, എൻ്റെ കുറവുകളായി, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഫുള്ള് റീച്ചും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പോൾ വേറൊരാളെ കൂട്ടുപിടിച്ചിട്ട് എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വീണ്ടും വരുന്നത്. ഇവൻ വന്നതിന് ശേഷമാണ് ഫസ്മിനയ്ക്ക് ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ളത്. എൻ്റെ പൊന്നെ എടാ, നീ വന്നതിന് ശേഷമാണ് ഫസ്മിനയ്ക്ക് വലിയൊരു ട്രോമ ഉണ്ടായിട്ടുള്ളത്. സീരിയസ്ലി ഇവൻ ഇതിനകത്ത് പറഞ്ഞു തരുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ആക്ച്വലി തൊപ്പിയായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ ഈ പറയുന്ന ലല്ലൂമ്പിയായിട്ടുള്ള പോലത്തെ അത്രയും നെഗോ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ലല്ലൂമ്പി വന്നതിന് ശേഷം അസ്മിന എന്ന് പറയുന്ന ഇവരുടെ ഫ്ലാറ്റിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. അവരായിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് ഇഷ്യൂസ്. ഇവൻ ഈ അസ്മിന എന്ന് പറയുന്ന പെൺകുട്ടീനെ അടിക്കുകയും പിടിക്കുകയും കയറി വേറെ കുറച്ച് എന്തൊക്കെയോ ഇവൻ കാട്ടിക്കൂട്ടലുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ അതിൻ്റെ ഭീകരാവസ്ഥ ആലോചിക്കണം. ഇവൻ ചെയ്തേക്കുന്നൊരു പരിപാടി, എന്നിട്ടും ഇവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഫസ്മിനെ അങ്ങനെ ഒരു സാധനമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തവനെ ഈ പറയുന്ന ഒരു ഗർഭത്തിന്റെ കേസ് പറയുന്നുണ്ട്, അതുകൂടെ കേൾക്കാം. ഫസ്റ്റ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ലല്ലുവായിട്ട് കല്യാണം കഴിക്കാൻ മെയിൻ റീസൺ, പെട്ടെന്ന് നിക്കായിക്കാനുള്ള മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നേ, പക്ഷെ ഞാനാണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. നീ ഇത് ക്രെഡിറ്റ് ആയിട്ടാടാ പറയണേ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എടാ എന്ത് വർത്താനൊക്കെ പറയണത്? അത് ഞാനാണോന്ന് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് എടാ ഇത് ഒരു പഞ്ചായത്ത് പൈപ്പ് വന്നിരുന്ന് പറയുന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കണം. അത് ഞാനാണോന്ന് എനിക്ക് ഉറപ്പില്ലെന്ന്. എന്തോന്നടാ ഈ പറയണേ? അതായത് ഞങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും. 2 ആഴ്ച കഴിഞ്ഞ പാടാൻ നമ്മൾ പ്രഗ്നന്റ് എന്ന് പറഞ്ഞത് ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യം. എനിക്ക് അതിനെ കുറിച്ച് അന്ന് ധാരണയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓരോരുത്തരെ വീട്ടിൽ നിന്നും പിന്നെ അതേമാതിരി ഓരോരുത്തരെ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്. പാവടാ, അതുവരെ ഇവൻ വിചാരിച്ചത് ഉമ്മ വെച്ചാൽ കൊച്ചുണ്ടാവുന്ന. ഇവിടെ ഉമ്മ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുക്കത്തില്ല, ഞാൻ ഇതിന് സൈൻ ചെയ്യാനോ ഒന്നിനും ഞാൻ നിൽക്കത്തില്ല, വേണമെങ്കിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ അത് അവളെ കൂടെ പോയി. എന്നിട്ട് കാലിക്കറ്റിൽ നിന്ന് വീണ്ടും പ്രശ്നം ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ചെടുത്തി. കാലിക്കറ്റ് ഒരു ലോഡ്ജിലോട്ട് പോലീസിനെ വിളിച്ചെടുത്ത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ചെടുത്ത് ഇവനെ മർദ്ദിക്കേണ്ടതുണ്ട്. എൻ്റെ ലാസ്റ്റ് പോലീസിൽ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു കേസില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവളെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഇവളെന്നെ പേയ്മെന്റും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഞാൻ അബോഷനാക്കി. എനിക്ക് അബോഷൻ എൻ്റെ കുട്ടിയാണ്, എനിക്ക് കളയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധമായിരുന്നു കളയണമെന്ന്. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു എൻ്റെ ഫോണിൽ അതിനെ കുറിച്ചിട്ട്. പിന്നെ അവളെന്നെ മൊത്തത്തിൽ ഡിലീറ്റ് ആക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിന്റെ സത്യാവസ്ഥ പിന്നീട് ഫസ്മിന വന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അത് പറയേണ്ടെന്നുള്ള ആള് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഫസ്മിനായിട്ട് തന്നെ വന്ന് സംസാരിക്കട്ടെ. വിത്ത് ക്ലാരിറ്റിയിൽ അത് ഫസ്മിന സംസാരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരിച്ചിരി ഡിലേ വന്നൊക്കെ കാര്യം കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ഫസ്മിനയ്ക്ക് ഇപ്പം നിലവിലുള്ളത് കൊണ്ട്. അങ്ങനെ അവളെ വീട്ടിൽ പോയി നിന്നു. അവിടെ വന്നപ്പോൾ അവളെ വീടാണ്. എനിക്ക് കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇവൾ ഫസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, പല്ല് വെച്ചിട്ട് ചായ കുടിക്കുക, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് പല്ല് വയ്ക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത് ചെയ്യാം. ഇത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ, പിന്നെയാണ് ഫുഡ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിച്ചണിൽ പോയിട്ട് അമ്മച്ചി കുറച്ച് ഫുഡ് എടുത്തരാൻ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ വൈഫിൻ്റെ വീടാണ്, എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കും. വൈഫിൻ്റെ വീടാണ്, എനിക്ക് ആ കാര്യത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആയിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം. ഇവിടെ എന്നെ കൊണ്ട് ഓരോ വാഷ് കെട്ട് എടുക്കും. നിങ്ങൾ യൂട്യൂബിലെ ഷോർട്സ് കണ്ടിട്ടുണ്ടെന്ന് അറിയാം, പെൺവാഷും കാര്യങ്ങളൊക്കെ ഓരോ അവർക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സമ്മതിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇവൾ പറഞ്ഞിട്ടാണ്. ഇവൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ല വീഡിയോ എടുക്കണമെന്നല്ല കേട്ടോ. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇവൾക്ക് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് വീഡിയോ, റീച്ച് വീഡിയോ, ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. പിന്നീട് സിനിമ ആയിട്ടുണ്ട് കേട്ടോ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് സിനിമയുടെ പേര്. ഇതാ ഞാൻ പറഞ്ഞ അബ്സല്യൂട്ട് സിനിമയാണിത്.
ഇവൻ എഴുതിയ തിരക്കഥയാണ് ഗൈസ് ഇത്. എന്നാൽ ഈ സ്ക്രിപ്റ്റ് ഇവൻ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇവന് ഫുഡ് പോലും കൊടുത്തില്ല. ഇവൻ ഗർഭം ആയപ്പോഴത്തേക്കിനും അത് ഇവനാണോ അതിൻ്റെ ഉത്തരവാദിയം എന്ന് അറിയത്തില്ല. എടാ നീ എന്തോന്നല്ല ഷൊട്ടല്ലേ ഷൊണ്ണാപ്പിയ എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഇവൻ വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും സഹതാപം തോന്നിയിട്ട് ലല്ലൂമ്പി സൂപ്പറാഞ്ഞി ലല്ലൂമ്പി കിടിലമാണ്. നേരത്തെ ഇവൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ല ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ കണ്ടിന്യൂ ചെയ്യണം. കൂടുതൽ പെൺകുട്ടികളെ എങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണോ അവിടെ നീ വിചാരിക്കണേ ഫുള്ള് പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ട്? എനിക്ക് ഒരുപാട് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ റിലേഷൻ നമ്മൾ തമാശ നോക്കൂലേ അങ്ങനെ നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് നിക്കാഹ് കഴിഞ്ഞ ശേഷം ഞാൻ ആരായിട്ടെങ്കിലും ഇവളായിട്ട് ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ആരായിട്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് കേട്ടോ, അവൾ ഒരുപാട് റൂം എടുത്ത് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കലായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കണ എന്തെങ്കിലും വീഡിയോയോ എന്തെങ്കിലും ഈ ഫുട്ടേജോ എന്തെങ്കിലും എടുത്തിട്ട് അവൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വരാം. ചാറ്റുകൾ വീഡിയോയോ? എൻ്റെ മോനെ നിന്റെ കോൺഫിഡൻസ് സമ്മതിച്ചേട്ടാ. എടാ നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ്? അങ്ങനത്തെ ഒരു സാധനമുണ്ട് കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് ഇതിങ്ങനെ പബ്ലിക്ക് കാണിക്കട്ടെ. ഇപ്പൊ സഫു നിനക്ക് ഇതുപോലെ അയച്ചുന്ന ഫോട്ടോ സ്നാപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് പബ്ലിക്കായിട്ട് വെക്കാൻ പറ്റൂടാ? നീ എന്താടേ പറയടേ? ഫസ്മിനെ നീ പോകുന്ന റൂം എടുക്കുന്ന സ്ഥലത്തൊക്കെ ഒളിക്യാമറ വെച്ചുണ്ട്. ഫസ്മിനെ നീ കേട്ടോ, ഇതെല്ലാം ഒളിക്യാമറ വെച്ച് നീ ഷൂട്ട് ചെയ്യണം. ഇച്ചിരി പെടേണ്ടി വരും. പിന്നെ ഇവനല്ലേ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഫസ്മിനെ ഒരാളിൽ ഒതുങ്ങുന്ന ആളല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ താളം അടിച്ച ഇവനല്ലേ ഈ പറയുന്നത് എനിക്ക് കുറെ റിലേഷൻഷിപ്പ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. എടാ അതറിയാം, നീയായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അടുത്ത പറ. എങ്ങനെയാ വന്നത്? മേനാസിന്റെ കാര്യം പറയുകയാണെന്ന് എനിക്ക് അവന്റെ പടച്ചോണ്ട് നേരം എനിക്ക് അവന്റെ കഥ എന്താണെന്നൊക്കെ മനസ്സിലാവണില്ല. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ആദ്യത്തെ ഭാര്യനായിട്ട് അവീതുണ്ട്, അങ്ങനെ പൊക്കി, പിന്നെ അത് പ്രശ്നമായി, അങ്ങനെ ഓൾ സൂയിസൈഡ് ചെയ്തതിന്റെ ഫസ്റ്റ് ഒരു സംഭവം സഫയുടെ ആദ്യത്തെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട്, എന്താ ബന്ധമുണ്ട്, അത് പൊക്കിയിട്ട് ഓൾ സൂയിസൈഡ് ചെയ്താണെന്നാണ് ഓ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് രണ്ടാമത്തെ ഭാര്യക്ക് അവീത. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ അവീതുള്ള ആൾക്കാരെ അവൻ കെട്ടണേ. അല്ല തമാശ ചോദിക്കല് എന്തിനാ അതിന് പറയാ? എനിക്ക് അവളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഓക്കെ. എടാ നീ മെഹനാസിനെ കുറ്റം പറയണ? എടാ പൊന്നടാവേ നീ മെഹനാസിനെ കുറ്റം പറയല്ലേ. കാര്യം മെഹനാസിനും നീയും ഒരേ ത്രാസി തൂക്കാൻ പറ്റിയ രണ്ടാളുകളാണ്. പറഞ്ഞ മനസ്സിലായി? നീ കണ്ണാടി നോക്കി പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു സാധനം. അത് നീ ആലോചിച്ചോ, മെഹനാസ് വേൾഡ് ക്ലാസ് ഉടായിപ്പാണ്. അറിയത്തില്ല ഇവർക്ക് പുറത്തോട്ട് പോവാം. മൈനാസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു മൈനാസ് ഫസ്മിന്. അപ്പൊ അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുക, അവർക്ക് പുറത്ത് പോവാം, അവർക്ക് ആരുടെ പോയി ചാടിക്കാം. മൈനാസ് ഫസ്മിന് ഒരുമിച്ച് നടക്കണമെന്ന് ഒരു പ്രശ്നമില്ല. അവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോ പുറത്തുനിന്ന് തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് എന്താണ് ഇത് ഒരു ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? അതുകൊണ്ട് അത് ഞാനും സഫി ഇപ്പൊ ഒരുമിച്ച് സ്റ്റേഷനോട് നിന്ന് പിന്നെ കണ്ട് അപ്പൊ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ആ ഒരു മെയിൻ സെറ്റ് എല്ലാവരേക്കും എത്തിക്കും. എന്നാൽ ഇവർ തമ്മിൽ പലയിടത്തേക്ക് ഒരുമിച്ചുകൊണ്ട് എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ടൈമിൽ ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ട്. അവളാണ് മൈനാസ് എന്റെ ഫ്രണ്ടിനെ അടിക്കുന്ന ടൈമിൽ ഫസ്മിനാണ് വീഡിയോ എടുക്കണം. അത് ന്യൂസിൽ ഓൾറെഡി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അത് രാത്രി കേട്ടോ 7 to 12 o'clock വരെ, ഈവനിങ് മൈരിബിന്റെ ടൈം ഒരു 7 o'clock to 12 o'clock വരെ, നൈറ്റ് 12 o'clock വരെ ഇവർ ഒരുമിച്ചാ. അപ്പൊ ഇവര് തമ്മിൽ ഒന്നുമില്ല. ഇവര് വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ട്, ഇത് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്താ ഇവനെ തല്ലുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ഇതാവാം. എന്ത് ഇപ്പൊ കമന്റിലൊക്കെ വരുന്നുണ്ട്, എന്താണ് തെളിവ്, എല്ലാം സഫീം ബന്ധമുള്ള എന്താ തെളിവ്? ഇത് CCTV ഫുട്ടേജ് കണ്ടിട്ട് ഞങ്ങൾ രണ്ട് ഭാഗമുള്ള ക്ലിപ്പ് ഇട്ടിരിക്കണം. അന്ന് മൈനാസിന്റെ വീഡിയോ എടുക്കാൻ വന്നിരുന്നു പിന്നെ തല്ല ടൈമിൽ. അന്ന് ഞാൻ അവിടുന്ന് ഓടിയതാണ്. കാരണം ഇവർ വീഡിയോ ഇട്ട് ഇവർക്ക് സോഷ്യൽ മീഡിയ ഇട്ടാൽ മതി, അത് കണ്ടിട്ട് വിഷമിക്കാൻ നമ്മളെ വീട്ടുകാരെ കയറും. എടാ എവിടുന്നാടാ നിനക്ക് ഇത്രയും കോൺഫിഡൻസ്? എനിക്ക് ചാൾസ് ശോഭരാജിൽ മാത്രമാണ് ഞാൻ ഇത്രയും ഒരു കോൺഫിഡൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. പറയുന്നത് ഭൂലോക കള്ളമാണ്. തൊട്ടിപ്പുറത്തെ ഫസ്മിന് ഓരോന്നും ഒരു കള്ളം പോട്ടെ അടിച്ചങ്ങോട്ട് തന്നിരിക്കുന്നു, അടുത്ത കള്ളം പോരട്ടെ അടിച്ച് തന്നിരിക്കുന്നു, എല്ലാം അണ്ണാക്കിലടിച്ച് തരുന്നുണ്ടല്ലോ. എന്നിട്ടും എങ്ങനെയാടാ ഇത്രയും കോൺഫിഡൻസ്? പുരിയല്ലേടാ. എന്നിട്ടും ഈ പറയുന്ന സഫു നിന്റെ ഒപ്പം വന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് പിന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇവൻ ഫസ്മിനായിട്ട് ബന്ധത്തിലായതിനു ശേഷമാണ് ഇവൻ ഇത്തരത്തിലുള്ള കേസ് കാര്യങ്ങളൊക്കെ, അതിന് മുന്നേ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ കൂട്ടത്തിൽ ഇച്ചിരി ബുദ്ധി വിവരമുള്ള ഉണ്ടായിരുന്ന ഫസ്മിനേക്കായിരുന്നു. അതുകൊണ്ടല്ലേ സഫു വന്നിട്ട് എൻ്റെ ലല്ലൂമ്പി നീ സൂപ്പറാടാ, നീ കിടിയിലോ പാടാ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്നടാവേ. എന്നിട്ട് നെക്സ്റ്റ് എപ്പിസോഡെന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് എഴുതും എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ. ഇത് മുമ്പൊരിക്കൽ ഞാൻ ഫസ്മിനെ സംസാരിച്ചിരുന്നു. അപ്പം ഇവൻ സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തിൽ വിരുദ്ധനാണ്. അതായത് അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിലിരുന്ന് ഇവർ വീഡിയോ ചെയ്യുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സാധനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി സംഭവം അതൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്മിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിൽ ഫസ്മിന് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്തിലെ കുറച്ച് പോഷൻസ് ഉണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതിന്റെ മേത്ത് കൈ തൊട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ തലയിലോട്ട് ഇത് എന്തെങ്കിലും വന്നാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാണ്, ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന് പൂർണ്ണ ഉത്തരവാദി
സഫയും ലല്ലുവും നാജി ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. സഫയും ലല്ലു നാജി ഈ 3 പേര് കാരണമായിരിക്കും എൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായി? എന്നെ ഈ കള്ളക്കേസിൽ കുടിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി പണ്ടൊരുത്തൻ തൂങ്ങാൻ പോയതാണ്. പണ്ടൊരുത്തൻ തൂങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നിന്ന ഒരു മൊണ്ണയായിരുന്നു എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ. അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് നിങ്ങൾക്കറിയാം. മനസ്സിലായോ? എൻ്റെ പേര് കൊടുത്തേക്കുന്ന കേസ് തന്നെയാണ് ഈ കത്തി കേസ്. ഇവൻ ഈ കത്തി വിട്ടിട്ടുള്ള കളിയില്ല. ഇവൻ എല്ലാ കാര്യത്തിലും കത്തി വെച്ച് കുത്തി, കത്തി കഴുത്തി കയറ്റി, അത് ഇത് മറ്റത് ഇത് മറിച്ചത് ഈ നാറിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിപ്പോയി എനിക്ക്. മനസ്സിലായി? ഇവനെ ഈ ലൂപ്പിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷപ്പെടണം. അത്രയും അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കുറേ പേര് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ലല്ലുവിൻ്റെ പുറകെ ഇപ്പോഴും മൂന്ന് എടി ബുദ്ധിയില്ലാത്ത എണ്ണങ്ങളെ. എനിക്ക് എന്താ പറയണ അറിയത്തില്ല. എനിക്ക് തലാക്ക് തന്നിട്ടില്ല, എന്നെ ഡിവേഴ്സ് ആക്കിയിട്ടില്ല. ഡിവേഴ്സ് ആക്കാണ്ട് ഞാൻ എങ്ങനെ ഇത് തലേന്ന് ഒഴിവാക്കുക? മനസ്സിലായോ? ആ മൊണ്ണ വന്നിട്ട് ഇവിടെ ഒപ്പിട്ട് എന്നെ ഒഴിവാക്കണം. ഇത് എന്നെ ഈ ലൂപ്പ് ചെയ്ത് ഒഴിവാക്കണം. എന്നാലേ എനിക്ക് വേറൊരു ജീവിതം കിട്ടുള്ളൂ. ഇപ്പോൾ വിചാരിക്കും വേറെ ജീവിതം കിട്ടാൻ അവൾ മുട്ടി നിൽക്കുമെന്ന്. എനിക്ക് ഇങ്ങനെ ആളുടെ പേരിൽ, ഇങ്ങനെ ഒരാളെ നിക്കാഹ് ചെയ്ത പേരിൽ എനിക്ക് അറിയപ്പെടാൻ താല്പര്യമില്ല. എനിക്ക് ആ ബന്ധം ഒഴിവാക്കണം. മനസ്സിലായോ? ആ ബന്ധം അവൻ ഒഴിവാക്കി തന്നിട്ടില്ല. ആ ബന്ധം ഒഴിവാക്കി തരാത്തടത്തോളം കാലം ഞാൻ എത്രത്തോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നെ തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല ഈ കേസ് വന്നുകൊണ്ട്. ഇങ്ങനെ എന്നെ കൊല്ലാനൊന്നും പറ്റത്തില്ലോ. മറ്റേ ഒരാളുടെ വീഡിയോ ഇട്ട് ഷിംജിത്ത് വരെ പുറത്തിറങ്ങിയില്ലേ, അതിന് ഒരു ജാമ്യം കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ കുടുങ്ങുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എനിക്ക് അത്ര പറയാനുള്ളൂ. പോലീസ് എന്തായാലും ഫുൾ അന്വേഷിക്കണം. എവിടെയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നോ? അറ്റ്ലീസ്റ്റ് ഫസ്റ്റിനേക്ക് തലാക്ക് കൊടുത്ത് ഡിവോഴ്സ് ആക്കിയതിന് ശേഷം ലല്ലും ബി ഇമ്മാതിരി വന്ന താളവടിയും ഈ കള്ളം പറയലൊക്കെ നീ ചെയ്യുക. ഓക്കെ? അല്ലാതെ വന്നിട്ട് എന്തോന്നിടേ ഇത്. പിന്നെ ഇവിടുത്തെ ഈ മീഡിയാസ് പോലും ബിഗ് TV എന്ന് പറയുന്ന തെണ്ടിത്തരം കാണിച്ച് ചെറ്റത്തരം കാണിച്ചേക്കുന്ന ഇമാതിരി പരിപാടിയിലൂടെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇപ്പം ഫേസ് വരെ കാണിച്ചുകൊണ്ട്, ഫോട്ടോ വരെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ന്യൂസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതൊരു കള്ള വാർത്ത. എന്ത് തെമ്മാടിത്തരമാണ് ഈ ബിഗ് TV ഒക്കെ കാണിച്ചേക്കുന്നത്. പിന്നെ ഫസ്മിനയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ലൈഫിൽ കുറച്ചുകൂടെ ബെറ്റർ വെർഷനിലോട്ട് ഫസ്മിനെ മാറി ആ ഒരു സാഹചര്യത്തിൽ പോകുമ്പോഴത്തേക്കിന് ഇവൻ പിന്നെ തലക്കൂടെ വീണ്ടും ഒരു അടി കൊടുക്കുന്ന രീതിയിൽ മാറുന്നു. അതിനുശേഷം ഈ പറയുന്ന ഇവൻ സഫയായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ പോയിട്ട് ലാസ്റ്റ് ഈ ഒരു ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലോട്ട് മെഹനാസ് വിളിച്ചിട്ടാണ് ഇത്തരത്തിൽ ഫസ്മിൻ അതിലോട്ട് എൻ്റർ ആയി പോകുന്നത്. അങ്ങനെ എൻ്റർ ആയതിനു ശേഷം ഇപ്പം സഫയ എങ്ങനെയായിരുന്നു ഫസ്മിനെ ആയിട്ട് മുമ്പ് കോൺടാക്ട് ഉണ്ടായിരുന്ന അത്രയും നല്ലൊരു സുഹൃത്തെന്ന നിലയിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നിന്നിട്ട് ഓൾറെഡി ഇവൻ കൊടുത്തേക്കുന്ന ഒരു ട്രോമയുണ്ട്. അതിൻ്റെ പുറത്ത് നല്ലൊരു സുഹൃത്തെന്ന് വിചാരിച്ചേക്കുന്ന സഫ വന്നിട്ട് ഇമാതിരി സ്നേക്കിൻ്റെ പരിപാടി, പാമ്പ് പോലെ ഇങ്ങനെ ഒന്ന് പിന്നിൽ നിന്നൊരു കുത്തുന്ന ഒരു പരിപാടി കാണിച്ചു. ഇതെല്ലാം കൂടെ ആക്കിയിട്ട് ഫസ്മിനെ ഇപ്പോൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേവായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഫസ്മിനെ അടുത്ത് പറയാനുള്ളൂ. ഫസ്മിനയുടെ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ വലിയൊരു ട്രോമ കൊടുത്തേക്കുന്ന ഒരുത്തനാണ് നീ. ഓക്കെ? അതിൻ്റെ പുറത്ത് ഇങ്ങനൊരു കള്ളക്കേസും കൂടെ. ഇപ്പം നിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഫസ്മിനെ ഇത്തരത്തിൽ ഇപ്പം അന്നത്തെ അസ്മിനെ ആയിട്ടൊക്കെ ഉള്ള ആ ഒരു ഇഷ്യൂവിൽ നിനക്ക് വേണ്ടിയിട്ട് നിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്മിനെ കുറേ കാര്യങ്ങൾ കടന്ന് ഓടിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങളൊക്കെ പുറത്തുനിന്നപ്പോൾ ഏറ്റവും കൂടുതൽ നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഫസ്മിനയ്ക്ക് തന്നെയാണ്. അത് ആര് കാരണം? നീ കാരണം തന്നെയാണ്. എന്നിട്ട് അത് അങ്ങനെ ഗർഭത്തിൻ്റെ കാര്യം അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എൻ്റെ പൊന്നു മോനെ, എടാ അന്ന് ഫസ്മിനെ നിന്നെ അത്രയും സ്നേഹിച്ചിരുന്നു. ഓക്കെ? അതുകൊണ്ടാണ് അന്ന് നിനക്ക് വേണ്ടിയിട്ട് അത്രയും നാണം കെട്ടിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വേണ്ടി നാണം കെട്ടാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നീ എന്താ ചെയ്യുന്നത്? നിനക്ക് എന്നെ പ്ലക്കലാണല്ലോ നിന്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് ആ ഒരു മൈൻഡ് മാത്രമേ നിൽക്കുള്ളൂ. പക്ഷേ നിന്നെ ഇപ്പുറത്ത് അത്രത്തോളം സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു. അതിനുശേഷം നീ ഇത്രയും വലിയ ട്രോമയുടെ മണ്ടയ്ക്ക് ട്രോമ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നീ തലാക്ക് കൊടുത്ത് ഡിവോഴ്സ് ആക്കി എങ്കിലും നീ വിടുക. ഓക്കെ? ഒരു ഉളുപ്പില്ലാത്ത നാണോ മാനോ എടാ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാടാ നിനക്ക്. എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ സഫു, എൻ്റെ സഫു, കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. എന്താണെങ്കിൽ ഇത്രയായിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.